ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇസ്മി സവാദ്. പിന്നെ നമ്മളെ മച്ചാമാർക്ക് സബ്സ്ക്രൈബേഴ്സിനൊക്കെ സുഖമാണെന്ന് കരുതുന്നത്. നമ്മൾ വന്നിട്ടുള്ളത് പൊന്നാനിയിലെ അഴിമുഖം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നമ്മളെ വീടിൽ നിന്ന് കുറച്ച് 50 കിലോമീറ്ററൊക്കെ ദൂരമായിട്ടുണ്ട്. നമ്മൾ വന്നിട്ടുള്ളത് ഇവിടേക്കാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടിപൊളിയായിരിക്കും. നമ്മൾ വൈകിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളമൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് ചൂണ്ടയിടലോ അങ്ങനത്തെ കുറേ പ്ലാൻ ഉണ്ട് നമുക്ക്. പിന്നെ ഇവിടുത്തെ കാഴ്ചകളും സൗകര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് പാർക്കിലൊക്കെ നമുക്ക് കയറാനുണ്ട്. പിന്നെ ജങ്കാറും കാര്യങ്ങളൊക്കെ ഇവിടെ യാത്രക്കാരൊക്കെ വരൽ തുടങ്ങിയിരിക്കണേ. ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിനെക്കുറിച്ചായിരിക്കും. നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ കാഴ്ചകളും നല്ല അടിപൊളി സ്ഥലങ്ങളും കാഴ്ചകളും വ്യൂ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കുക നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവും. പിന്നെ നമ്മുടെ മച്ചാന്മാർ പലരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് കേട്ടോ. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്യിക്കട്ടെ. പിന്നെ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ആയിരിക്കും, അടിപൊളി വീഡിയോ ആയിരിക്കും ഇന്നത്തെ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആകും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളും സൗകര്യങ്ങളൊക്കെ കാണാം. ഗായ്സ്, നമ്മൾ പോകാൻ പോകുന്നത് പടിഞ്ഞാറക്കര ബീച്ചിൻ്റെ അകത്തേക്കാണ്. അപ്പോൾ കൊറോണൻ്റെ ആയതുകൊണ്ടൊക്കെ അതിൻ്റെ പ്രോട്ടോക്കോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ നേരെ ബീച്ചിൻ്റെ അകത്തേക്ക് പോകട്ടെ. ഇതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ നമുക്ക് ടോക്കണും കാര്യമൊക്കെ ഉണ്ടല്ലേ? സവാദ് നമ്മളൊക്കെ കൊടുക്കും. അപ്പോൾ ഇലക്ഷൻ നടക്കുന്നോണ്ട് ഒരാൾ കോടിന്റെ ഇതൊക്കെ എടുക്കണ 96. നിങ്ങൾ വൈലത്തൂര് അയ്യായില്ലേ സ്കോർപിയോ അറിയോ? എല്ലാ ഫോട്ടോകളും വലിച്ചിട്ടായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കയറാനൊക്കെ സാധിക്കുള്ളൂ. പിന്നെ ഫീസ് അപ്പോൾ വരുന്നവർക്കൊക്കെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും എല്ലാ കൊറോണൻ്റെ പേടിക്കൊന്നും വേണ്ട, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് നമുക്ക് ഇതിനകത്തേക്ക് കയറ്റുന്നത്. ആണ് പോകാനുള്ള ഇതിനകത്തെ കാഴ്ചകളും സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് കാണാം. ഗായ്സ്, നമുക്ക് ഫാമിലി ആയിട്ടും കൂട്ടുകാരായിട്ട് വരാനുള്ള സൗകര്യമുണ്ട്. പാർക്കിങ്ങിനും നല്ല വിശാലമായ പാർക്കാട്ടോ ഇവിടെ. കാര്യങ്ങളെല്ലാം സൗകര്യങ്ങളുണ്ട്. അപ്പോൾ മച്ചന്മാർക്കൊക്കെ വരാൻ ഒരു എൻജോയ്മെൻറ്റ് ആവും. ആ ടെൻഷനും കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യും. നല്ല വ്യൂ കാഴ്ചകൾ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഒരു പാർക്കാട്ടോ. നമുക്ക് ഇതിനകത്തേക്കൊക്കെ പോവാം. അച്ഛന്മാർ നമ്മളെ ക്യാമറമാൻ അമീറിൻ്റെ വണ്ടി ആയിട്ടത് നമ്മളെ വന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കയറി പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് എത്ര ബൈക്കിന് 20 രൂപയായിട്ടാണ് നമ്മൾ ഫീ കൊടുക്കേണ്ടത് അവിടെ. അപ്പോൾ നമുക്ക് പാർക്കിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും വരാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള എന്തൊക്കെയാണ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് പോയി നോക്കാം. ഗായ്സ്, ഇനിയാണ് നമുക്ക് ഇതിൻ്റെ പാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ കയറാനുള്ളത്. ഇതുവരെ നമ്മൾ ഇതിനകത്തേക്കുള്ള സൗകര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യവും ഒക്കെ അടിപൊളി പാർക്കായിട്ടാണ് ഇത് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോയി നോക്കാം. മച്ചന്മാരഞ്ഞ് നമുക്ക് കുറച്ച് നമ്മൾ ഇതിൻ്റെ അകത്തേക്കും വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട്, ടയർഡായിട്ടുണ്ട്. നമ്മൾ കുറച്ച് കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഐസ്ക്രീമൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ട്. നമ്മൾ കട്ടിപ്പത്തിരി സോഡ ഇട്ടുന്നുണ്ട്. അച്ഛന്മാർ നമുക്ക് ഇവിടെയൊക്കെ ഫാമിലി ആയിട്ടും വീട്ടുകാർ കുടുംബങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടും കാര്യങ്ങളും വേറെ നമ്മൾ ഫാമിലി ഒരു സന്തോഷമായിട്ട് അടിച്ച് പൊളിക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ വന്നാൽ മതി. പൊന്നാനിയിൽ അഴിമുഖം എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് വന്നാൽ മതി. എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ കൊറോണൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ പാലിച്ച് വരാനുള്ള അടിപൊളി പറ്റിയ പ്ലേസായിട്ട് നമ്മൾ ബീച്ചിലായിട്ടുള്ളത്. നമ്മളിപ്പോൾ വന്നവരൊക്കെ നമ്മൾ കാണിച്ചു തരട്ടാ. നമ്മളെ ക്യാമറമാൻ എപ്പോഴും നമ്മൾ പറയുന്നത് നമ്മൾ വീഡിയോയിലൊന്നും കൊണ്ടുവരലില്ല. അപ്പം നമ്മൾ അവനെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം. നമ്മളെ ക്യാമറമാനും അതുപോലെ തന്നെ നമ്മളെ മച്ചാൻ ബ്രോയൊക്കെ അതൊക്കെയാണ് വരുന്നത്. നമ്മളെ ഈ അമീർ ഭായ് ഇതൊക്കെ അമീർ ഭായ് മറ്റേ സൊപ്പു മച്ചാൻ ബ്രോ
ഇത് നമ്മളെ ക്യാമറമാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നമ്മളെ ക്യാമറമാൻ അമീർ ഭായ് എന്നൊക്കെ, അതുപോലെ നമ്മളെ മച്ചാൻ സൊഫു ബ്രോ, അങ്ങനെ ഇവരെ നമ്മൾ വീഡിയോയിൽ ചിലപ്പം കാണിക്കാറില്ല. അവരൊക്കെ നമ്മൾ ക്യാമറയിൽ ഒളിച്ചിരിക്കുന്നവരാണ് നമ്മൾ പിടിച്ചിട്ട് അവരൊക്കെ. ഇപ്പോൾ നമ്മളുള്ളത് അതിൻ്റെ അടുത്ത് തന്നെയുള്ളത് ആണ്. ഇപ്പോൾ അതിമേലൊക്കെ കയറുന്നുണ്ട് നമ്മൾ. അതിൻ്റെ അടുത്ത് തന്നെയുള്ള നല്ല ദൂരമുള്ള തൂക്കുപാലാണ്. പോയാൽ ഇവിടുന്ന് അപ്പുറത്തേക്ക് കിടക്കുന്ന ഒരു തൂക്കുപാലത്തുമൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇപ്പം നമ്മൾ തൂക്കുപാലത്തിന്മേൽ ആൾട്ടല്ലേ നമ്മളെ മച്ചന്മാരൊക്കെ വരുന്നുണ്ട്. ഉഫാനല്ല പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ അമീർ വരുന്നുണ്ട്. ഇനി അവരൊക്കെ കിടന്ന് ആട്ടിട്ട് തൂക്കുപാലത്തിന്മേൽ കയറി വെച്ചിട്ട് ഇടിച്ച് ഗായ്സ് നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകട്ടെ. നമ്മൾ കടപ്പുറത്തേക്ക് നമ്മൾ ബീച്ചിലേക്കാണ് നമ്മൾ പോവാണ്. നമ്മളിപ്പോൾ തൂക്കുപാലത്തുമ്പോൾ നിന്നൊക്കെ പോരുകയാണ്. ഗായ്സ് ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ ചൂടലിലെ ടീമും എല്ലാവരും എത്തിയിട്ടുണ്ട്. മൊത്തം ചൂടലിൽ നല്ല മീനെ കിട്ടുന്ന സമയമായിട്ടുണ്ട്. അത് സാധനം എന്താ രാത്രി വന്നാലും പകല് വന്നാലും തവള ഇട്ടോ സാധനമായി. അതല്ലേ ഇപ്പോൾ നമ്മൾ കുറേ ചൂട്ടറിലൊക്കെ ഇനിയും കാണാനുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ അമീറൊക്കെ ഇതാണ് നിങ്ങൾക്ക് എന്ത് ഇതാണ് ഇപ്പിലിട്ടതാ വേണ്ടതെന്നൊക്കെ ചോദിച്ചു കേട്ടാ. അമീറും ഇവരൊക്കെ നല്ല തീറ്റ കേട്ടോ. അങ്ങനെ നമ്മളെ ചെറുപ്പത്തിൽ ഓർമ്മയായി. അടിപൊളി. ഒലന്തീറ്റാണ് ആളൊക്കെ. അതേമാതിരി കടപ്പുറത്തേക്ക് ബീച്ചിലൊക്കെ വന്നിട്ട് അവിടെ തിന്നാൻ വരേണ്ട വേറെ ഫീലിംഗ് ആണ്.
ഇപ്പോൾ നമ്മൾ കടപ്പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെയിലൊക്കെ ഒന്ന് അമർന്നപ്പോൾ നമ്മൾ കടപ്പുറത്തൊക്കെ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഇവിടെ ഷൂ ഒക്കെ ഇവിടെ ഊരി വെച്ചിട്ട് കടലിലേക്കൊന്ന് ഇറങ്ങാതിരിക്കുന്ന മോശമല്ല നമുക്ക് വന്നിട്ട് ഇവിടെ വെച്ചോ. ഫാമിലീസും എല്ലാവരും വരുന്ന ടൈമായിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവിടെ വീഡിയോ വൈൻഡപ്പാനായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ നമ്മൾ കരുതിന് പ്ലാൻ ചെയ്ത് സാധനങ്ങളൊക്കെ കൊടുക്കുന്നതൊക്കെ പോയി നഷ്ടപ്പെട്ട്. അപ്പോൾ നമുക്ക് ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇനി വേറെ സെറ്റാക്കിയിട്ട് നമുക്ക് ഇനി വരണം, എന്നാലും നമുക്ക് ചൂണ്ടിടാൻ കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് കരുതുന്ന ഈ പാർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടമാകാനും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ അയക്കുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.